മാധ്യമ പഠനകേന്ദ്രം റീൽ ആൻഡ് റീഡ് വാർത്തകൾ. കവിയും ചിത്രകാരനുമായ ശരത് ചന്ദ്രലാലിന്റെ കവിതകളുടെ ബൃഹത് സമാഹാര പ്രകാശനം. 5 പതിറ്റാണ്ടായി കവിത എഴുതുന്ന ശരത് ചന്ദ്രലാലിന്റെ കവിതകളുടെ ബൃഹത് സമാഹാരം പ്രശസ്ത കവിയും ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാർ പ്രകാശനം ചെയ്തു. ജൂൺ 5 തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രശസ്ത സാഹിത്യ ചലച്ചിത്ര നിരൂപകനും ഗ്രന്ഥകാരനുമായ PS പ്രദീപ് പുസ്തകത്തിന്റെ ആദ്യ പ്രതി സ്വീകരിച്ച് സംസാരിച്ചു. അതുപോലെ തന്നെ എന്റെ ആത്മമിത്രമായ ശരത് ചന്ദ്രലാലാണ് ഈ കവിത സമാഹാരത്തിന്റെ രചയിതാവായ കവി. മലയാളത്തിലെ പ്രമുഖ സാഹിത്യ ചലച്ചിത്ര നിരൂപകനും സംവിധായകനുമായ ഡോക്ടർ B രാജാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. എല്ലാം സമർപ്പിക്കുന്നു. പ്രളയത്തിന്റെ ആത്യന്തികമായ കരുത്തിൽ വിശ്വാസമുള്ള ഒപ്പത്തിൽ സംഭവിക്കുന്ന പരാജയങ്ങളെ പറ്റി ബോധവാനായിട്ടുള്ള ഒരു കവിയുടെ രചനകൾ ഈ സമാഹാരത്തിൽ ഉടനീളം കാണാൻ കഴിയുന്നു. ഈ ദുഷ്യന്തൻ കഥാപാത്രമായിട്ട് വരുന്നത് അദ്ദേഹം അഭിജ്ഞാന ശാകുന്തളത്തിൽ നിന്ന് കടന്നു വന്ന മുഹൂർത്തം, ഈ ശകുന്തളയിൽ ദുഷ്യന്തന്റെ ഒറ്റപ്പെട്ട അവസ്ഥ, അദ്ദേഹം മാലിനി നദി അഡ്രസ് ചെയ്തുകൊണ്ട് നടത്തുന്ന പ്രിയമാലിനി എന്ന പേരിലൊരു കവിതയുണ്ട്. ദുഷ്യന്തന്റെ കാമുകിയെ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ താൻ പരിണയിച്ച ആ സ്ത്രീയെ നഷ്ടപ്പെട്ട ദുഷ്യന്തന്റെ ഒരു ആത്മാലാപമാണ് കവിത പ്രിയമാലിനി എന്ന് പറയുന്നത്. അത് വൃത്തബദ്ധമായ കവിതയാണ്. ചിട്ടയെ കുറിച്ച് എഴുതിയ കവിത. പക്ഷേ അതിനകത്ത് ദുഷ്യന്തന്റെ വിരഹാകുലമായ മനസ്സിന്റെ തുടിപ്പുകൾ പിടിച്ചെടുക്കാൻ കവിക്ക് പൂർണ്ണമായിട്ട് കഴിയും. അതുപോലെ തന്നെ ദാശകഥ. ഇങ്ങനെ ഈ നമ്മുടെ വിഷപ്രശസ്തങ്ങളായ കാവ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത മുഹൂർത്തങ്ങൾ, ആ മുഹൂർത്തങ്ങൾ കടഞ്ഞെടുത്ത് ഉണ്ടാകുന്ന ഒരു അനുഭൂതിയില്ലേ, ആ അനുഭൂതി പകരുന്ന 2 കവിതകൾ സമാഹാരത്തിലുണ്ട്. പ്രിയമാലിനിയാണ്, ദാശകഥവുമാണ്. അത് ലാലിൻ്റെ മറ്റൊരു വിജയമാണ്. ഇവിടെ എല്ലാം തികഞ്ഞ ഔചിത്യത്തോടെ തികഞ്ഞ കരുതലോടെയാണ് വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ പദനിഷ്ഠ എന്നൊക്കെ പറയുന്നില്ല, പദസ്പൈക്യം എന്നൊക്കെ പല ആൾക്കാർ പറയുന്നുണ്ട്. അത് അപൂർവമായിട്ട് മാത്രം കാണണം. പുതിയ തലമുറയ്ക്ക് ഇല്ലെന്ന് തന്നെ പറയാം. അത് അതിന് ഒരിക്കലും ഭാഷാപരമായിട്ടുള്ള പിഴവ് സംഭവിക്കാറില്ല. ആ വാക്കുകൾ ഉപയോഗിക്കുന്ന അത്രയും കരുതലോടുകൂടിയാണ്. ഇന്നത്തെ ഒരുപക്ഷെ സമാഹാരത്തിൽ താരതമ്യേന ഉൾക്കാരം കുറവായ കവിതകളുണ്ടായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ കവിതകളും ഒരേ സ്ഥായിലുള്ളതാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ദുർബലമായ കവിതകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിയാണ്, ഒഴിവാക്കാവുന്ന എല്ലാവർക്കും. പക്ഷെ അപ്പോഴും ഈ ഭാഷ ഉപയോഗിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരിക്കലും പിഴ പറ്റാറില്ല. കവിയെക്കുറിച്ച് പറയാവുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമുണ്ട്. അതുപോലെ അദ്ദേഹം ഒരിക്കലും ഏതെങ്കിലും ഒരു കവിയുടെ സ്വാധീനത്തിൽ വഴിപ്പെട്ടാൽ എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും കവിയുടെ നിഴലിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം കവിത എല്ലാവർക്കും പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന് പ്രത്യേക സ്കൂളിൽ തലചേരാൻ പറ്റുകയില്ല എന്ന് പറയുമ്പോൾ തന്നെ ശരിയായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു കവിയുടെ ഒരു പിൻപറ്റി നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു കവിയുടെ ഒരു നിഴലിൽ നിന്നുകൊണ്ട് ഈ കവിയാണെന്ന് പറയാൻ കഴിയില്ല. ഇങ്ങനെ ഒരു സ്വാധീനം, പ്രകടമായ സ്വാധീനം എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് എവിടെയെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വേണമെങ്കിൽ ONV-ആയിട്ടൊക്കെ വേണമെങ്കിൽ ബന്ധപ്പെടുത്താം. അതിനപ്പുറത്താണ് ഒരിക്കലും ഒരു കവിയുടെ ഒരു സ്വാധീനം ഏറ്റുവാങ്ങി ആ രചനാരീതി പിൻപറ്റി നടന്ന കവിയാണെന്ന് പറയാൻ സാധിക്കില്ല. പിന്നെ ചിത്രകലയുമായിട്ടുള്ള ലാലിൻ്റെ ബന്ധം, ഇതിനകത്ത് ദത്തൻ കടന്നു വരുന്നുണ്ട്, ജാക്സൺ പൊള്ളക്ക് കടന്നു വരുന്നുണ്ട്, ഗോയൽ കടന്നു വരുന്നുണ്ട്, ദാലി കടന്നു വരുന്നുണ്ട്. ഈ പെയിൻറ്റേഴ്സുമായിട്ടുള്ള ലാലിൻ്റെ അദ്ദേഹത്തിൻ്റെ ചിത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രകവിത ഇതുണ്ടായിരുന്നു. എനിക്ക് അതുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ടായിരുന്നു. എക്സിബിഷനായിട്ട് ബന്ധപ്പെട്ട ചെറിയ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പെയിൻറ്റിങ്ങുമായിട്ടുള്ള ബന്ധവും അദ്ദേഹത്തിൻ്റെ ഈ രചനാശില്പത്തെ ഈ വലിയ അളവിൽ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അധികം പേർക്കില്ലല്ലോ ചിത്രകലയുമായിട്ടുള്ള ഈ ഒരു ഗാഠമായ ബന്ധം എന്ന് പറയുന്നത് അധികം പേർക്ക് കിട്ടുന്ന കാര്യമില്ല. ചിത്രകല പരാമർശനങ്ങളുടെ കവിതകളിൽ കടന്നു വരുന്നുണ്ട്. ഈ പടിഞ്ഞാറൻ ആർട്ടിസ്റ്റുകളുമായിട്ടുള്ള അവർക്കുള്ള പരാമർശങ്ങളുടെ കടന്നു വരുന്നുണ്ട്. ഈ രീതിയിൽ ഇടതൂർന്ന ഒരു കാവ്യശില്പം ഉണ്ടാക്കിയെടുക്കാൻ ലാലിന് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിൽ ലാൽ ഇപ്പോഴും നമ്മുടെ ഒരു മുഖ്യധാര ആസ്വാദക ലോകത്തിന് ഏതാണ്ട് അപരിചിതമാണ്. ഇത് ഏതാണ്ട് ഒരു അന്യനോ അപരിചിതനാണ്. കാരണം മുഖ്യധാരയിൽ നിന്ന് മാറി നടക്കുന്ന, തെന്നി മാറി നടക്കുന്ന ഏകാംഗിയായ, ഏകാന്തപതിയിൽ നിന്നും ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നില്ല, ഏകാംഗിയായ കവിയല്ല. ഒരു ചെറിയ മനുഷ്യൻ, യാതൊരു ആർഭാടവും ഇല്ലാതെ ജീവിക്കുന്നൊരു മനുഷ്യൻ. അദ്ദേഹം എഴുതുന്ന ഒരു പതിഞ്ഞ സ്വരത്തിലാണ്.
ഇത് ഒരിക്കലും ഈ സ്വരം ഉയർത്തി സംസാരിക്കുന്നത് കവിതകൾ വളരെ ചുരുക്കമാണെന്ന് തോന്നുന്നു. കവിതയെ അദ്ദേഹം ഇങ്ങനെ ഒരു ഉണർത്തുപാട്ടായിട്ട് കാണുന്ന ചില കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ ബോധത്തിന്റെ ഭാഗമായിട്ടായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വരത്തിന് ശരിയായിട്ടുള്ള ഒരു സ്വരശില്പം കിടക്കുന്ന അവിടെയല്ല. അതീ പറഞ്ഞ പോലെ ഒരു താണസ്ഥായികളുള്ള ആർദ്രമായ വിഹുലമായ സ്വരത്തിൽ പാടുമ്പോഴാണ് ഒരു പക്ഷേ ലാൽ ലാലായി തീരുന്നത്. ഇദ്ദേഹത്തിന് ഒരിക്കലും ഒരു സംഘകാലത്തിൽ പങ്കാളിയാവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനൊരു ജാഥയിൽ അതിൻ്റെ ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കവിയായിട്ട് ലാലിനെ സംഘടിപ്പിക്കാൻ കഴിയും. അദ്ദേഹം രാഷ്ട്രീയ വിശ്വാസം വേറൊരു വശത്ത്. പക്ഷേ ലാലിൻ്റെ ശരിക്കുള്ള ഒരു കൈമുന്നിനെ പതിഞ്ഞിട്ടുള്ളത് ഈ തരത്തിലുള്ള കവിതകളിലാണ്. വളരെ ഒരു പതിഞ്ഞ സ്വരത്തിൽ ഈ പ്രണയം പോലത്തെ വിരഹം പോലത്തെ ഭാവങ്ങളെ ആവിഷ്കരിക്കുന്നതിൽ കാണിക്കുന്ന ഈ മികവ്, അതാണ് ഈ സമാഹാരത്തെ ശ്രദ്ധേയമാക്കി മാറ്റുന്നത്. ഇവിടെ പലരും ചൂണ്ടിക്കാഴ്ച കവിതയുണ്ട്. റെയിൽവേ സ്റ്റേഷൻ ലാലിൻ്റെ ഒരു മാസ്റ്റർ പീസ് ആകിയിരുന്ന ഒരു രചനയായിരുന്നു. അതിലാണ് ലാല് തൻ്റെ പതിവ് ശീലങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് വ്യത്യസ്തമായ ഒരു കാവ്യശൈലി ആരംഭിക്കാൻ ശ്രമിച്ചത്. നേരത്തെ പ്രദീപ് വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചതുപോലെ അതൊരു കൊളാഷമാണ്. റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളൊരു ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് രചിച്ചൊരു കൊളാഷമാണ്. അതിനകത്ത് പല അംശങ്ങളും കടന്നു വരുന്നുണ്ട്. കാലികമായിട്ടുള്ള ജീവിതത്തിൻ്റെ ചരിത്രത്തിൽ ചില വ്യക്തികൾ കടന്നു വരുന്നുണ്ട്. ഒപ്പം ഒരു ഭ്രാന്തി എന്നൊരു കഥാപാത്രമുണ്ട്. ഭ്രാന്തിയാണ് വാസ്തവം പറഞ്ഞാൽ ഈ പറഞ്ഞ വളരെ ഒരു കൂടിക്കുഴഞ്ഞു കിടക്കുന്ന സങ്കീർണമായിട്ടുള്ള ഈ വാങ്മയ ചിത്രത്തിന് ഒരു ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇഴയായിട്ട് നിൽക്കുന്നത് ഭ്രാന്തിയാണ്. ആ ഭ്രാന്തിയും പിന്നെ തോരാത്ത മഴയും ആ മഴയിൽ കുതിർന്ന പ്ലാറ്റ്ഫോമും അവിടുത്തെ ഈ ജനാവലി എല്ലാം ചേർന്ന് സൃഷ്ടിക്കുന്ന വല്ലാത്തൊരു അന്തരീക്ഷമാണ്. എനിക്കിപ്പോഴും കരുതുന്നില്ല അത് കുറച്ചും കൂടെ അതിനകത്ത് അതിൻ്റെ ഒരു സംവിധാനത്തിൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു തോന്നുന്നു. എല്ലാ കാലത്തും ശ്രദ്ധിക്കപ്പെടുന്ന കവിതയായിട്ട് മാറേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. അതിനകത്ത് ഈ കുറച്ച് വാചാലമായി ചില ഭാഗങ്ങളുണ്ട്, ഒഴിവാക്കാവുന്ന ചില ഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തികളുടെ പേരുകൾ വരാമെന്ന് ശരിയില്ല. അതിനെപ്പറ്റി ഇവിടെ നേരത്തെ പറയുകയാണ്. പക്ഷെ എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. അത് ഇത്തരം കവിതയിൽ ഒഴിവാക്കാവുന്ന ഒരു കാര്യമായിരുന്നു. എല്ലാവരും പറയുകയുണ്ടായത് കാലഘട്ടം അടയാളപ്പെടുത്താൻ വേണ്ടിയാണ് മറ്റേ അയ്യപ്പൻ്റെയും അതുപോലെ വിശ്വനാഥൻ്റെ പേരുകൾ പറഞ്ഞത് എല്ലാവരും പറയുന്നത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു ഡിഫൻസ് അതിനുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു രീതിയിലുള്ള വ്യക്തികളുടെ പേരുകളുടെ ഡ്രോപ്പ് ചെയ്ത രീതി എനിക്ക് അത്ര സുഖകരമായിട്ട് തോന്നിയില്ല. അല്ലാതെ തന്നെ കവിതയ്ക്ക് നിലനിൽക്കാൻ പറ്റും. വസ്തുത്തിൽ ഇങ്ങനെയുള്ള ഈ എഴുത്തുകാരുടെ പരാമർശമൊന്നും കൂടാതെ തന്നെ കുറേ കൂടി ഒതുക്കം പാലിച്ചിരുന്നെങ്കിൽ, ഈ ചില ഭാഗങ്ങൾ വെട്ടി നീക്കിയിരുന്നെങ്കിൽ അത് തികച്ചും ഒരു ഇല്ല. അപ്പം ലാൽ മോഡേണിസ്റ്റ് ആണോന്ന് നമുക്ക് എത്ര വേണ്ടി ലാൽ മോഡേണിസ്റ്റ് ലാലിൻ്റെ ലേവൽ ചെയ്യാൻ പറ്റില്ല. ഇതൊരു മോഡേണിസ്റ്റ് പോയമായി മാറിയിരിക്കുന്ന ഒന്നായിരുന്നു. വളരെ വൈകിയാണ് പിറന്നത്. ഈ മോഡേണിസ്റ്റ് ആയി നമ്മൾ ഒരു പെയ്ത് തീർന്നിരുന്നു. പിന്നെ വന്ന കവിതയാണ് റെയിൽവേ സ്റ്റേഷൻ. പക്ഷെ അതിന് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പലതരം അംശങ്ങളുണ്ട്. ഈ പറഞ്ഞ തോരാത്ത മഴയും ആ പ്ലാറ്റ്ഫോമിൻ്റെ ചിത്രവും ഈ ഭ്രാന്തിയും ഈ മഴയിൽ കുതിർന്ന പ്ലാറ്റ്ഫോമും ഈ തിങ്ങി നിറഞ്ഞ ജനാവലി എല്ലാം കൂടെ ചേർന്ന് സൃഷ്ടിക്കുന്ന വിഷാദമായ അന്തരീക്ഷമാണ്. ഏതാണ്ടൊരു നമ്മൾ കൊളാഷിൻ്റെ രൂപം വഹിക്കുന്ന സംഗതിയാണ്. അതിൻ്റെ ഒരു സംവിധാന ക്രമത്തിൽ കുറച്ചുകൂടെ ഒതുക്കം പാലിച്ചിരുന്നെങ്കിൽ ആ കവിതയ്ക്ക് അല്പം കൂടെ സ്വീകാര്യതയെ ലഭിക്കുവാൻ എനിക്ക് തോന്നുന്നുണ്ട്. ഈ വ്യക്തികളുടെ പേരുകൾ പറയുന്നതിനുള്ള ഇത് മാത്രമല്ല ഞാൻ പറയുന്നത്. ചില ഭാഗങ്ങൾ ഒരു പക്ഷേ ഒഴിവാക്കായിരുന്നു. കുറച്ചുകൂടെ ഈ മിനുക്കപ്പെടുത്താത്ത ചില ഭാഗങ്ങൾ ആ കവിതയിലുണ്ട്. അപ്പോൾ ലാലിങ്ങനെ പല സ്വരങ്ങളിൽ പാടിയിട്ടുള്ള ഒരു കവിയാണ്. മാത്രമല്ല അദ്ദേഹം ഈ പരിഭാഷകളിലൂടെ ഈ പഞ്ചതന്ത്ര പരിഭാഷ പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. എത്ര പേര് ശ്രദ്ധിച്ചൊന്നും എനിക്കറിയില്ല. ആ പരിഭാഷയ്ക്ക് പോലെ കുറേ പേരെങ്കിലും കുറച്ച് പേരുടെയും മനസ്സിൽ പറഞ്ഞിട്ടുള്ള ഒന്നായിരുന്നു. ഈ രീതി ഈ പറയത്തക്ക പ്രോത്സാഹനം എവിടെ നിന്ന് ലഭിക്കാതെ, അംഗീകാരം എവിടെ നിന്ന് കിട്ടാതെ, ജീവിതത്തിലെ പലതരം കഷ്ടപ്പാടുകളുടെ നടുവിൽ ഈ കാവ്യോപാസനയുമായിട്ട് മുന്നേറിയ ഈ ഒറ്റപ്പെട്ട വ്യക്തി നിസ്സാര കാര്യമല്ല. നമുക്കൊക്കെ ലാഘവത്തോടെ പറയാൻ കഴിയും. ഈ ഒരു അദ്ദേഹം ഇങ്ങനെ തുടർച്ചയായിട്ട് കവിത എഴുതുകയായിരുന്നു. അതിൽ വീഴ്ച വരുത്തിയിട്ടില്ല. കവിത അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഈ കവിതയായിട്ട് വളരെ എളുപ്പമാണ്. പക്ഷെ ജീവിതത്തിൽ അനേകം പ്രാരബ്ധങ്ങളുടെയും തിരിച്ചടികളുടെയും നടുവിൽ നിന്നുള്ള ആൾക്ക് ഇതുപോലെ അത് തനിക്ക് ഒരു തരത്തിലുള്ള അംഗീകാരവും സമൂഹം തരുന്നില്ല. അത് ഒരിക്കലും മുഖ്യധാരയിൽ ലാലിൻ്റെ കുറിച്ച് കാര്യമായിട്ട് ചർച്ച എവിടെ നടന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ലാലിനെ പറ്റി ആരെങ്കിലും പരാമർശിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മുടെ ഈ ചടങ്ങ് കഴിയുന്നതോടെ ലാൽ വീണ്ടും വിസ്മൃതരാകുന്ന പോലെ എനിക്ക് ഭയമുണ്ട്. കാരണം അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഈ രൂപവും മറ്റു കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇതൊന്നും പകവയ്ക്കാതെ തൻ്റെതായ ഒരു താൻ വെട്ടിത്തുറക്കുന്ന സരണിയിലൂടെ മുന്നേറുക മറ്റു പ്രശ്നമല്ല. ആരൊക്കെ അംഗീകരിക്കുന്നു, എത്ര പേര് വായിക്കുന്നു എന്നുള്ള പ്രശ്നമല്ല. പല പുസ്തകങ്ങൾക്ക് എനിക്ക് തോന്നുന്നില്ല വേണ്ടത്ര രീതിയിൽ പ്രചാരം കിട്ടിയതാണെന്ന് തോന്നുന്നില്ല. പുസ്തകങ്ങൾ കുറയ്ക്കുന്നു, അതുകൊണ്ട് തന്നെ മരിക്കുകയും ചെയ്യും.
ഇങ്ങനത്തെ ഒരു കവി പക്ഷേ നമ്മുടെ നാട്ടിൽ അത്ഭുതമാണ്.